പാലക്കാടും തൃശൂരും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിൽ എത്തുകയാണ്. ആദ്യ പരിപാടി തിരുവല്ലയിലാണ്. 2:30-ക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അവിടെ നിന്നാണ് നേരെ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുക. NSS കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന അദ്ദേഹം നേരെ റോഡ് മാർഗം തിരുവല്ലയിലേക്ക് പോകും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീജിത്ത്, എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി തുടങ്ങുക? ഏതെല്ലാം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും NDAയുടെ? മഞ്ജുഷ, ഏതാണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഏതാണ്ട് എല്ലാ മണ്ഡലം, തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരി പോലുള്ള മണ്ഡലങ്ങൾ, അങ്ങനെ സമീപ മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവല്ല വലിയ ആവേശത്തിലാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ പാലയിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറം തിരുവല്ലയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല BJP കാര്യമായി പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലയാണ്. തിരുവല്ലയും തൊട്ട് അപ്പുറത്ത് ആറന്മുളയും എല്ലാം വലിയ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് അദ്ദേഹം എത്തുമ്പോൾ ജനം വലിയ ആവേശത്തിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? നല്ല ആൾക്കാരല്ലേ, ആവേശത്തിലാണ് ചേട്ടാ. എന്താ ആവേശത്തിന്റെ കാര്യമല്ല, എല്ലാം അഭിമാനി ജയിക്കത്തില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ ജില്ലയിലേക്ക് അദ്ദേഹം വരുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ? തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവേശമാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത്. ആളുണ്ടാവും കാര്യം എറണാകുളത്തെക്കാളും ആൾ പ്രതീക്ഷിക്കും. ചേട്ടാ, എന്ത് പറയുന്നു? വരട്ടെ, നമ്മുടെ മോദിജി വരികയാണ്. നമ്മളിവിടെ കേരള ഭരണം പിടിക്കും. കേരളത്തിന്റെ അഭിമാനമല്ലേ. തിരുവല്ലയിൽ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ? തീർച്ചയായും അനൂപ് ആന്റണി വമ്പിച്ച പുരുഷത്തോടുകൂടി തിരുവല്ല വിജയിക്കും. ഭയങ്കര മിന്നൽ വിജയം ഉണ്ടാവും അനൂപ് ആന്റണിക്ക്. നല്ല വിജയം ഉണ്ടാവും. വിജയിക്കും, ഉറപ്പാണ്. മഞ്ജുഷ്, ആളുകളുടെ ആവേശം അത് തന്നെയാണ്. എന്തായാലും ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുക. അവിടെ NSS ആസ്ഥാനത്ത് തന്നെയാണ് NSS ഹിന്ദു കോളേജ് ഉള്ളത്. NSS ആസ്ഥാനത്ത് ഇറങ്ങിയ ശേഷം ഇവിടേക്ക് വാഹനമാർഗ്ഗം ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരമുണ്ട് ചങ്ങനാശ്ശേരി തിരുവല്ല. ഇവിടേക്ക് ഇതിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അത്തരം കേന്ദ്രങ്ങളിലൊക്കെ വലിയ സ്വീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് പത്തനംതിട്ട, തിരുവല്ല. പ്രത്യേകിച്ച് അനൂപിന്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് തിരുവല്ലയുടെ വലിയ സവിശേഷതയായി മാറുന്നത്. അത് കേവലം തിരുവല്ലയിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലെല്ലാം അതിന്റെ ഗുണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളും സമീപ ജില്ലകളിലുള്ള പ്രവർത്തകരും ഒക്കെ ഈ തിരുവല്ലയിലേക്ക്, മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു, പത്തനംതിട്ട ജില്ലയിൽ BJPക്ക് ആവേശം പകർന്നുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.